ഹലോ, ഗുഡ് മോർണിംഗ്. ഒരുപാട് ദിവസമായി വീട്ടിലുള്ള വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ ഇതാ ഒരുപാട് കുമ്പളം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പല സ്ഥലത്തും പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇളവൻ, കുമ്പളം അങ്ങനെയൊക്കെ അറിയപ്പെടും. വേറെ എന്തൊക്കെ പേരുള്ളതെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ കുമ്പളം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ കഴുങ്ങിലേക്കും കറിവേപ്പിലേക്കും അങ്ങനെ ഇവിടെയുള്ള കണ്ടമാനം മരങ്ങളിലേക്കൊക്കെ ഇത് അങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ കായുണ്ട്, ഒരുപാട് കായകളുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നമ്മൾ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഇത്രയും കായൊക്കെ പിടിച്ചിട്ട് വളരുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണല്ലോ. നമുക്ക് വീണ്ടും കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഇതിലൊന്നും വളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ കായൊക്കെ ഉണ്ടാവേ. ഇതിപ്പോൾ ഇന്നും നമ്മൾ കിട്ടുന്ന ഈ വെള്ളവും ഭക്ഷണമൊക്കെ ഒരു വേസ്റ്റും ഒക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാര്യമായിട്ട് വളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കമാണ് കേട്ടോ ഉണ്ടാവുന്നതിൻ്റെ. അപ്പോൾ അതിൻ്റെ താഴെ നോക്കിയപ്പോൾ കുറേ പച്ചമുളകും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്നൊക്കെ കുറേ പച്ചമുളക് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ള പച്ചമുളകാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. നല്ല വലിയ പച്ചമുളകാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചമുളകിന്ന് അതിൻ്റെ കുരു എടുത്തിട്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. 3-4 മുളകിൻ്റെ തൈയാണ് ഇവിടെ ഉള്ളത്. അതിന്മേലൊക്കെ കായ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നി കേട്ടോ. അപ്പം എല്ലാവരും കൃഷി വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.